ആത്മഹത്യയെ പറ്റി അവൻ ആലോചിക്കൂല. അവിടെയാണ് ഞാൻ ബെന്യാമീന്റെ കാര്യം പറഞ്ഞു. ബെന്യാമീന്റെ ആടുജീവിതത്തിനെ പറ്റി ബെന്യാമീൻ തന്നെ പറഞ്ഞ എന്താണ്? ഒരു മലയാളിയുടെ ജീവിതമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ്. എന്താ? ഈ മലയാളി കുടുംബം മടുത്തിട്ട് പ്രതിസന്ധികൾ വന്നിട്ട് അതിന്റെ ഇടയിലാണ് ഞാൻ കണ്ണൂരിൽ ഇന്ന് മരിച്ചുപോയ ജിൽസന്റെ കഥ പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല, നമ്മൾ എല്ലാ ദിവസവും ഒരു ദിവസം എത്ര കേസ്, എന്താ പരിഹാരം? ആത്മീയതയല്ലാതെ ഒരു പരിഹാരമില്ല, അല്ലേ? അലി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന മഹാമനീഷി തേജോഹരമായിട്ട് ചേതോഹരമായിട്ട് ഇവിടെ ചെയ്ത് അസ്ഥി പിന്നെ വാരമിട്ട ഒരൊറ്റ ആശയം എന്താണ്? ആത്മീയതയാ, സ്പിരിച്വൽ കപ്പാസിറ്റി. അപ്പൊ ഈ മനുഷ്യൻ, ഈ മലയാളി ആത്മഹത്യ തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഭാര്യനോടും മക്കളോടും ഒന്നും പറയാതെ അങ്ങാടിയിൽ പോയി, നാളെ അവല് സുബൈക്ക് ഞാൻ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് വെറും വയറ്റിൽ എനിക്ക് കുറച്ച് വിഷം കുടിക്കണം. അങ്ങനെ കവലയിൽ പോയി വിഷം വിലക്ക് വാങ്ങി അദ്ദേഹം അലമാരി ഭദ്രമായി കാരണം രാത്രിയാണല്ലോ സമയം, ഇനി നേരം വെളുപ്പിക്കണ്ടേ, നാളെ സുബൈക്കാണല്ലോ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. ഭാര്യ മക്കളൊന്നും ഈ വിവരമേ അറിയൂല. അവര് മുറിയിൽ കിടക്കേണ്ട സമയമായപ്പോൾ അവര് കിടന്നുറങ്ങി. ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരു മനുഷ്യനെ എങ്ങനെയാണ് കുടുംബത്തിന്റെ അടുക്കലേക്ക് മനസ്സോടുകൂടെ ഒന്ന് പോകാൻ കഴിയാം? അദ്ദേഹം പോയില്ല. അദ്ദേഹം മറ്റൊരു മുറിയിലേക്ക് പോവാൻ, മറ്റൊരു മുറിയിൽ പോയി അദ്ദേഹം ചെയ്ത പണി എന്താണ്? അദ്ദേഹം ഏതായാലും നാളെ പ്രഭാത നേരത്താണല്ലോ ഞാൻ ജീവൻ ഒടുക്കുന്നത്, ആത്മാഹുതി ചെയ്യുന്നത്, കുറച്ച് സമയം പോകണ്ടേ. അപ്പൊ മേശപ്പുറത്തുള്ള ഒരു പുസ്തകം വായിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം മുകളിൽ കണ്ട മേശപ്പുറത്ത് കണ്ട പുസ്തകം ഈ പറഞ്ഞ ബെന്യാമീന്റെ ആടുജീവിതം. അതൊരു 15 പേജ് ഇങ്ങനെ വായിച്ചപ്പോ അതിന്റെ ഒരു ഒഴുക്കം ശൈലി കണ്ടപ്പോ അദ്ദേഹത്തിന് അതൊന്ന് വായിച്ച് തീർക്കാമെന്ന് തോന്നി. ഒറ്റ ഇരിപ്പിന് അത് അദ്ദേഹം വായിച്ചു തീർത്തു. അത് വായിച്ച് തീർത്തപ്പോണ്ടായ ആടുജീവിതം മിക്ക മലയാളികളും വായിച്ചവരെ. തെക്കൻ ജില്ലക്കാരനായ നജീബ് എന്ന് പറയുന്ന ഒരു മലയാളി സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ പോയി പെട്ട് അർബാബിന്റെ മസ്റയിൽ പോയി ആട് ജീവിതം നയിക്കുന്ന ഒരാടായി, ഒരു ഗോഡ് ലൈഫ് നയിക്കുന്ന ഒരു റായിൽ വനം, ഒരു ആട്ടിടയനായി മാറുന്നു. അദ്ദേഹം പിന്നെ കുടുംബത്തെ മറക്കുന്നു. പ്രാരാബ്ദങ്ങൾക്ക് മുകളിൽ പ്രാരാബ്ദം വരുന്നു. അത് വായിച്ചു തീർത്ത ഈ മനുഷ്യൻ ചെയ്ത പണി എന്താ? ആ പുസ്തകം നേരം പോക്കിന് അല്ലെങ്കിൽ നേരം വെളുപ്പിക്കാൻ വേണ്ടി ആത്മഹത്യ വരെ എന്ന അർത്ഥത്തിൽ ഒന്ന് വായിച്ച ആ മനുഷ്യൻ അത് വായിച്ചു തീർന്നപ്പോ ചെയ്ത പണി, ആ പുസ്തകം പൂട്ടി അദ്ദേഹം അലമാരിയിൽ ഭദ്രമായിട്ട് പൂട്ടിവെച്ചിരുന്ന, ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന് ആത്മാഹുതി ചെയ്യാനുള്ള ആയുധമാകുന്ന വിലക്ക് വാങ്ങിയ വിഷം ആ പൊതി എടുത്തിട്ട് നേരെ